കേരള സാങ്കേതിക ഡിജിറ്റൽ സർവകലാശാലകളിലെ താൽക്കാലിക വിസി നിയമനത്തിൽ ചാൻസലർ കൂടിയായ ഗവർണർക്ക് തിരിച്ചടി. സർക്കാർ നൽകുന്ന പാനലിൽ നിന്ന് മാത്രമേ വൈസ് ചാൻസലർ നിയമനം നടത്താവൂ എന്ന് ഹൈക്കോടതി വ്യക്തമാക്കി. നിലവിലെ വിസിമാരുടെ കാലാവധി ഈ മാസം അവസാനിക്കുന്നതിനാൽ നിയമനം റദ്ദാക്കുന്നില്ല എന്നും കോടതി വ്യക്തമാക്കി. ചാൻസലറുടെ നീക്കങ്ങൾക്കെതിരായ സർക്കാർ ഹർജി അനുവദിച്ച ഹൈക്കോടതി 2023 സിസ തോമസ് കേസിലെ ഡിവിഷൻ ബെഞ്ച് വിധി ഗവർണർ പാലിക്കണമെന്ന് നിർദ്ദേശിച്ചു. 2 സർവകലാശാലകളിലെയും താൽക്കാലിക വിസിമാരുടെ കാലാവധി ഈ മാസം അവസാനിക്കും. അതിനാൽ ഇപ്പോഴത്തെ നിയമനത്തിൽ ഇടപെടുന്നില്ലെന്നും ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് വ്യക്തമാക്കി. സർക്കാർ നൽകിയ പാനലിന് പുറത്തുനിന്നായിരുന്നു ചാൻസലറുടെ താൽക്കാലിക വിസി നിയമനം. ഇത് സർവകലാശാല നിയമങ്ങളുടെ ലംഘനമാണെന്ന സർക്കാരിന്റെ വാദം ഹൈക്കോടതി അംഗീകരിച്ചു. സാങ്കേതിക ഡിജിറ്റൽ സർവകലാശാല നിയമങ്ങൾക്ക് വിരുദ്ധമാണ് ചാൻസലർ കൂടിയായ ഗവർണറുടെ നടപടിയെന്ന സർക്കാരിന്റെ വാദവും കോടതി ശരിവെച്ചു. സാങ്കേതിക സർവകലാശാലയിലേക്ക് ഡോക്ടർ കെ ശിവപ്രസാദിനെയും ഡിജിറ്റൽ സർവകലാശാലയിലേക്ക് ഡോക്ടർ സിസ തോമസിനെയുമാണ് ചാൻസലർ നിയമിച്ചത്. മീഡിയ 1 കൊച്ചി.